എന്റെ ദൈവമേ, അങ്ങോട്ട് നോക്കിക്കേ. എന്ത് പറ്റി? മിസ്റ്റർ ഹണ്ടർ വിരാജ്, തന്റെ ആയുധം കൊണ്ട് നമ്മൾ എറിഞ്ഞ നെറ്റിനെ തവിട് പൊടിയാക്കി കളഞ്ഞു. ടേബിൾ ടെന്നീസിലെ ബോളിന് പിങ് പോങ് എന്ന് പറയും. ഡോർബെല്ലിന്റെ സൗണ്ടിന് ഡിങ് ഡോങ് എന്ന് പറയും. ക്രിമിനൽസിന്റെ സൗണ്ടിന് ഞാൻ ഫട്ടാഫട്ട് കണ്ടെത്തും. അതുകൊണ്ടാണ് എന്റെ പേര് ഡിറ്റക്റ്റീവ് ചാറ്റ്പാഡ്. കൊള്ളാൻ ചാറ്റ്പാഡ് സാർ, എന്തൊരു ഡയലോഗാ അപ്പൊ പറഞ്ഞത്. ഞാൻ ഇതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്തോട്ടെ. അതിന്റെ കൂടെ ഇനി ഒരു വിഷയവും നോട്ട് ചെയ്തോ. ഡിറ്റക്റ്റീവ് ജൂനിയർ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ സൺ സിറ്റിയെ ഒരു ക്രിമിനലിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ സാർ. സാറേ, നിങ്ങളിപ്പോ എന്നോട് നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ. അതായത് നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഒരു ക്രിമിനലിനും സൺസിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ആ ലൈൻ അങ്ങ് കട്ട് ചെയ്തേക്കട്ടെ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത്തരം മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ ആരായിരുന്നാലും, കാറുകളെ ഇങ്ങനെ പന്താടുന്നവൻ ആരായിരുന്നാലും ഞാൻ അവനെ വിടില്ല. ഇവന്റെ കയ്യിൽ നിന്ന് നമ്മെ ഒരു കുട്ടിക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. കിക്കോ, ആ ക്രിമിനലിന്റെ അട്ടഹാസം താങ്ങാൻ പറ്റാതെ ഞങ്ങളുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് വെള്ളം ഒട്ടും വരുന്നില്ല. വെള്ളമില്ലാതെ ഞങ്ങളുടെ കൃഷിഭൂമിയും വിളവുകളും ഉണങ്ങിപ്പോകും. ഞങ്ങളെ ഒന്ന് സഹായിക്കൂ കീക്കോ. നിങ്ങൾ ആരും വിഷമിക്കേണ്ട കർഷകരായ അങ്കിൾ ആൻഡ് ആന്റി. നിങ്ങളുടെ വിളവുകൾ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വളരെ നന്ദിയുണ്ട് കിക്കോ. ശരിക്കും നീ എല്ലാവരെയും സഹായിക്കുന്നവനാണ്. വളരെ നല്ല കുട്ടിയാണ്. ഇതുപോലെ നീ എന്നും ഞങ്ങളെ സഹായിക്കണം കേട്ടോ. വെൽക്കം കർഷകരായ അങ്കിൾ ആൻഡ് ആന്റി. R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സൺസിറ്റിക്ക് എന്തോ അപകടമുണ്ടെന്ന് തോന്നുന്നു. അല്ലല്ല, ആരാ നിങ്ങള്? എന്തിനാ എല്ലാ വണ്ടികളെയും ഇങ്ങനെ നശിപ്പിക്കുന്നത്? എന്റെ പേര് ഹണ്ടർ വിരാജ്. സൺ സിറ്റിയെ ഞാൻ ഭരിക്കാൻ വന്നിരിക്കുകയാണ്. എന്റെ ഭരണത്തിന്റെ തുടക്കമാണിത്. ഇന്നു മുതൽ സൺ സിറ്റിയുടെ ഈ ഹൈവേ ഭരിക്കാൻ പോകുന്നത് ഞാനാണ്. എന്റെ അനുവാദമില്ലാതെ ഒരു വണ്ടിയും ഇതിലൂടെ ക്രോസ് ചെയ്തു പോകാൻ പറ്റില്ല. വണ്ടികളുടെ കണ്ടീഷൻ കണ്ടോ? ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡബ്ബ, 2 വേർഡ്സിൽ പറയണമെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്റെ ദൈവമേ, അങ്ങോട്ട് നോക്കിക്കേ. എന്ത് പറ്റി? വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
ഹലോ ബഡി കീക്കോ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. സ്പീഡോ, കുട്ടിക്കുറുമുകൾ ചെയ്ത് കളിക്കണോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഗുസ്തി ചെയ്യണമോ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? വേഗം പറയൂ. സൺ സിറ്റിയിൽ എവിടെയോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് സൂപ്പർ സ്പീഡോ. വേഗം ചെല്ലേ. അപകടം അത് ഞങ്ങൾ കണ്ടുപിടിക്കും. അവന്റെ കഴുത്തിന്റെ എല്ല് ഞാൻ ഓടിക്കും. അടിച്ചവന്റെ അടപ്പ് തെറിപ്പിക്കും. ആരാടാ ഈ കീക്കോയും സൂപ്പർ സ്പീഡയും? അവൻ തന്നെയാ. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ ബോയ്. ആ ചെക്കനോ? അവൻ എനിക്കിട്ട് പാഠം പഠിപ്പിക്കുമെന്നോ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ ഹഡേ ബാലെ. നിങ്ങൾ ഇപ്പോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ പ്ലീസ് എല്ലാവരോടും സോറി പറയൂ. ഹണ്ടർ വിരാജ് സോറി പറയുമെന്നോ? ഹണ്ടർ വിരാജ് അവൻ ഈ സൺ സിറ്റി മുഴുവൻ ഭരിക്കാൻ എത്തിയിരിക്കുകയാണ്. അവൻ സോറി പറയണമെന്നോ? സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 56 ആക്ടിവേറ്റ് ചെയ്യ്. ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 56. മിസ്റ്റർ ഹണ്ടർ വിരാജ്, തന്റെ ആയുധം കൊണ്ട് നമ്മൾ എറിഞ്ഞ നെറ്റിനെ തവിട് പൊടിയാക്കി കളഞ്ഞല്ലോ. ഇനിയാണ് നീ എന്റെ കളി കാണാൻ പോകുന്നത്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 817 ആക്ടിവേറ്റ് ചെയ്യ്. ഓക്കെ ഡ്യൂഡ്. ഇവൻ ഏതാണ്ട് ഒരു സൂപ്പർ സ്ട്രോങ് ഹണ്ടർ ആണെന്ന് തോന്നുന്നു. കീക്കോ, എന്റെ അറ്റാക്കിൽ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഈ സൺ സിറ്റി ഭരിക്കുന്ന കാര്യത്തിൽ ആർക്കും എന്നെ തടയാനും പറ്റില്ല. ചുമ്മാ കിടന്ന് ചലിക്കുന്നത് കൊണ്ട് നീ വലിയ ഹീറോ ആയെന്നൊന്നും കരുതണ്ട. മനസ്സിലായല്ലോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ സൺ സിറ്റിയുടെ രക്ഷകൻ കിക്കോ നിന്റെ മുന്നിൽ നിൽക്കുന്നത് വരെ നിനക്ക് ഒരിക്കലും സൺ സിറ്റിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എന്നാൽ പിന്നെ ഈ നിമിഷം തന്നെ നിന്റെ സൺ സിറ്റിയുടെ ഈ രക്ഷകനെ ഞാൻ ഇല്ലാതാക്കിയേക്കാം. ഇപ്രാവശ്യം ഹണ്ടർ വൺ വേർഡിൽ പറഞ്ഞാൽ ഒരുപാട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 22. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 22. ഹലോ മിസ്റ്റർ ഹണ്ടർ അങ്കിൾ, ഇനി നിങ്ങൾ ചെന്ന് ജയിലിൽ ഭരിച്ചാൽ മതി. എടാ, ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും കീക്കോ. തീർച്ചയായിട്ടും തിരിച്ചു വരും. ഫ്രണ്ട്സായി ഞങ്ങളെ രക്ഷിച്ചതിനും സഹായിച്ചതിനും നിനക്ക് ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. 2 വേർഡ്സിൽ പറയണമെങ്കിൽ Thank you. കാര്യങ്ങൾ ചെയ്യുമ്പോൾ മണ്ടനാണ്. ടോണി ബോസ് ഒരു പേടിത്തൊണ്ടനാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ.
സൺ സിറ്റിയുടെ മഹാജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. വിരാജ് ഹണ്ടർ പോലെയുള്ള അപകടകാരിയായ ക്രിമിനൽസ് ഇപ്പൊ സൺ സിറ്റിയുടെ ജയിലിലാണ്. ആ കാര്യം ചെയ്തതിനു വേണ്ടി ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അല്ല, ഹണ്ടർ വിരാജിനെ പിടിച്ചതിനായി നിങ്ങൾക്ക് എന്തിനാ ഈ മാലയൊക്കെ? കാരണമുണ്ട് മോനെ ടംബോ അണ്ണ. എല്ലാവരും വളരെ ധൈര്യത്തോട് പോരാടുവാനായി ഞാനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇൻസ്പയർ. നിങ്ങൾ തന്നെ പേടിക്കുന്ന ഒരാളാ. നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നത്? അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അറിയോ, ഒരു പ്രാവശ്യം 10 സിംഹങ്ങൾ ഒരുമിച്ച് ഭൂമി അറ്റാക്ക് ചെയ്തു. അപ്പൊ ഞാനായിരുന്നു അവരെയൊക്കെ അടിച്ച് പണ്ടാരടക്കി വളരെ ചെറുതാക്കി കളഞ്ഞത്. ഇന്ന് അതിനെയാണ് നിങ്ങളൊക്കെ പൂച്ചക്കുട്ടിയായി കാണുന്നത്. മ്യാവ്, മ്യാവ്. അതെ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തട്ടി താഴെ വീഴും. സ്റ്റാച്യു ഓഫ് സൺസിറ്റിയിൽ ചെന്ന് വീഴും. മേരങ്കൾ ദയാ സ്റ്റാച്യുവിൽ തന്നെ വീണു. എന്ന് വെച്ചാൽ അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ്, പച്ചക്കള്ളം. ഇതെന്ത് കളിയാണ് ഡിറ്റക്റ്റീവ് ചട്പട്ട്? തട്ടിയാൽ പൊട്ടും, മുട്ടിയാൽ പൊട്ടും, പക്ഷെ കയ്യിൽ കിട്ടിയാൽ പൊട്ടില്ല. അതെന്താണെന്ന് അറിയാമോ? ജഡ്പട്ട് സാർ കടങ്കഥ പോലെ പറഞ്ഞു വരുന്നത്, അതായത് എല്ലാം അവസാനിച്ചെന്ന. ഹണ്ടർ വിരാജ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു. ആ, ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്രാവശ്യം അവൻ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്ന തോന്നുന്നേ. ഇതിനേക്കാളും അതിഭയങ്കരമായ അറ്റാക്ക് എന്തായിരിക്കും? R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ഇവിടെ അടുത്ത് എന്തോ അപകടമുണ്ട്. എന്റെ പേര് ഹണ്ടർ വിരാജ് എന്നാണ്. ഞാൻ സൺ സിറ്റിയെ ഭരിക്കും. കിക്കോ, ഇപ്പൊ എന്റെ കൈവശമുള്ളത് 1 അല്ല 4 ഹണ്ടേഴ്സ് ഉണ്ട്. ഇനി നിനക്ക് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, ആദ്യമൊക്കെ ഇവന്റെ കയ്യിൽ ഒരു ഹണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 4 എണ്ണം കൈ വെച്ചിരിക്കുന്നു. ഞാനൊരു അല്പം അച്ചാർ കഴിച്ചോട്ടെ. ഇപ്പൊ മേരങ്കൾ എന്ത് ചെയ്യാൻ പോവാ? വൺ വേർഡിൽ പറഞ്ഞാൽ കിഡ്നാപ്പ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഹണ്ടർ. നിങ്ങൾക്ക് മേയർ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയല്ല, ചെയ്ത് കഴിഞ്ഞടാ. ഇന്നു മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ മേയർ. സമ്മതിച്ചോളൂ, അല്ലെങ്കിൽ എന്നേക്കുമായി നിങ്ങളുടെ മേയറെ മറന്നേക്കൂ. ബൈ ബൈ. എന്റെ കൂടെ വാ. എനിക്കിപ്പോ ഭയങ്കര ഭയം തോന്നുന്നു. ഈ പ്രാവശ്യം നിനക്ക് എന്നെ പിടികൂടാൻ പറ്റില്ല കിക്കോ. വേഗം, അതിവേഗം. R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. ഹണ്ടർ വിരാജ് മേയർ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. അദ്ദേഹത്തെ രക്ഷിക്കണം. ഹണ്ടർ വിരാജ് ഒരു വലിയ ക്രിമിനൽ ആണ്. അവന്റെ കൈവശം പുതിയ ഹണ്ടേഴ്സ് വരെ ഉണ്ട്. ഡോണ്ട് വറി, നമ്മൾ സ്പീഡിൽ ചെന്ന് മേയറെ രക്ഷിക്കാം. Smack, Hunter Viraj is ready with a stack. Zip, 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 smack. Let's go, Kiko, crash and splash. Zip, 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 smack. Can we do it? Yes, we can. Pump it up, pump it up, pump it up, pump it up, pump it up. Come on. Pump it up, pump it up, pump it up, pump it up, pump it up. Come on. I'm ready to pick up the speed. Come on, Kiko, take the lead. Zip, 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 smack. Zip, 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 smack. Let's go save the mayor, Kiko. Don't be scared. You've got speedos. മിസ്റ്റർ ഹണ്ടർ, ഇനി നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ആരാടാ ഓടാൻ ശ്രമിക്കുന്നത്? ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിന്നെയും നിന്റെ ആ സൂപ്പർ സ്പീഡോയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ സൺ സിറ്റി ഭരിക്കുന്ന കാര്യത്തിൽ ആർക്കും എന്നെ തടയാൻ പറ്റില്ല. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി എന്തിനാണ് നീ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എങ്കിൽ പിന്നെ എന്നോട് ആദ്യം പറയാമായിരുന്നില്ലേ? അപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞു തരുമായിരുന്നില്ലേ? അതായത് കിക്കോയെയും സൂപ്പർ സ്പീഡോയും തോൽപ്പിക്കുന്നത് ഇമ്പോസിബിൾ ആണെന്ന്. നിന്റെ ഈ പരിശ്രമം എല്ലാം വേസ്റ്റ് ആയി പോയില്ലേ?
ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കി തരാം. വേഗം മാറിക്കോ സൂപ്പർ സ്പീഡോ. ഇപ്രാവശ്യം മിസ്റ്റർ ഹണ്ടറിന്റെ ഹണ്ടേഴ്സ് വളരെ സ്ട്രോങ് ആണ്. നമ്മൾ ഇനി പഴയ സ്റ്റൈലിൽ വേണം ഇയാളെ അറ്റാക്ക് ചെയ്യാൻ. ബുജേഗച്ചി കിക്കോ. ഇപ്രാവശ്യം മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടും ഈ ഹണ്ടേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രാവശ്യം നിന്റെ ഒരു ട്രിക്കും ഈ ഹണ്ടേഴ്സിൽ വർക്ക്ഔട്ട് ആവില്ല. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ട് ഓടിക്കോ. എന്തെന്നെ ചെയ്താലും ഹണ്ടറിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ തോറ്റ് പിന്മാറേണ്ടി വരുമെന്ന് തോന്നുന്നു. സൂപ്പർ സ്പീഡോ, എന്റെ കൈവശം ഒരു ഐഡിയയുണ്ട്. 2 ഹണ്ടേഴ്സും ഒരുമിച്ചാണോ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇടയ്ക്ക് 2 സെക്കൻഡ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ആ ഗ്യാപ്പ് യൂസ് ചെയ്താൽ മിസ്റ്റർ ഹണ്ടറിന്റെ അടുത്തേക്ക് എനിക്ക് വേഗം ചെന്നെത്താൻ കഴിയും. എന്നിട്ട് അയാളെ കിക്ക് ചെയ്ത് തെറിപ്പിക്കാൻ പറ്റും. പക്ഷേ ബഡി കിക്കോ, നീ ചെയ്യുന്ന ചെറിയ തെറ്റ് പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ, ഞാൻ കോൺസെൻട്രേഷന് വേണ്ടി ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ടാർഗറ്റ് ചെയ്തതുപോലെ ചെന്ന് റീച്ച് ആവും, നോക്കിക്കോ. സൺ സിറ്റിയെ എനിക്ക് ഭരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെയും ഇവിടെ ഭരിക്കാൻ സമ്മതിക്കില്ല. ഒരു പക്ഷേ ഈ ചുടുചുടൻ ലാവ സൺ സിറ്റിയിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ സൺ സിറ്റി കത്തിച്ചാമ്പലാകും. നീ പെട്ടെന്ന് ഫോർമുല നമ്പർ 38 ആക്ടിവേറ്റ് ചെയ്യ്. അതിനുള്ളിൽ ഞാൻ ഹണ്ടറിനെ അറ്റാക്ക് ചെയ്തേക്കാം. ഹണ്ടറിന്റെ കളി ഇതാ അവസാനിച്ചു കഴിഞ്ഞു. അങ്ങോട്ട് നോക്കൂ. ഇളം മണ്ടച്ചേരി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നീ അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം എന്റെ കയ്യിൽ തന്നെ വരുമെന്ന് പറഞ്ഞതല്ലേ. ജയിലിൽ വന്നിരുന്ന് കഷായം കുടിക്കേ. ബോസ് പറഞ്ഞു വരുന്നത് ഇപ്രാവശ്യം അദ്ദേഹം നിന്നെ ഒരു സെക്യൂരിറ്റി ജയിലിനകത്താക്കും, മനസ്സിലായോ? പിന്നെ നീയല്ല, നിന്റെ ശബ്ദം പോലും അവിടുന്ന് പുറത്തേക്ക് വരില്ല.
സ്പീഡോയും നമുക്ക് cheer ചെയ്യാം. 3 wordsൽ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്നെയും ചേർത്ത് ചേർ ചെയ്യൂ. കാരണം കീക്കോയിനും സൂപ്പർ സ്പീഡോയിനും ഐഡിയാസ് കൊടുത്തത് ഈ നിൽക്കുന്ന ഞാനാണ്. അതേന്നേ, അങ്ങനെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് മേലെ മുട്ട വീഴട്ടെ. വീണ്ടും നിങ്ങൾ പറഞ്ഞത് കള്ളവാ. സൂപ്പർ സ്പീഡോ, ലാവയെ തടഞ്ഞു നിർത്തിയതിന് താങ്ക്സ്. പിന്നെ കീക്കോ, നീ എന്റെ കൂട്ടുകാരനായതിന് താങ്ക് യു. ലാല, 1 മണിക്കൂർ സമയമുണ്ട്. കീക്കോയും സൂപ്പർ സ്പീഡോയും റേസിൽ ഭയങ്കര ബിസിയാണ്. സൺ സിറ്റിയെ തലകിഴയായി മാറ്റ്. ഞങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് കണ്ടപ്പോ ബോണറ്റിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുകയാണോ? ഇത് കണ്ടോ, ഊലാല ഗാങ് ലെറ്റർ അയച്ചിരിക്കുകയാണ്, ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യേ, അല്ലെങ്കിൽ സൺ സിറ്റിയെ ബോംബ് വെച്ച് തകർക്കും. പണ്ടൊരു പഴമൊഴി പറയാറുണ്ട്, അതായത് ഉണ്ണിയെ കണ്ടറിയാം ഊരിലെ പഞ്ഞമെന്ന്. അതുപോലെ തന്നെയാണ് ഇതും. ഇവന്മാരുടെ ഡിമാൻഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇവന്മാരൊക്കെ വേസ്റ്റ് ആണെന്ന്. എന്താ ഇത്? ജഡ്പട്ട് സാർ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ഊലാലയുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാന്നാ. സൺ സിറ്റിയെ തകർക്കാൻ അവന്മാരുടെ കയ്യിൽ ദീപാവലിക്ക് പൊട്ടിക്കുന്ന പടക്കം പോലും ഇല്ലാന്നാ. സൺ സിറ്റിയെ അറ്റാക്ക് ചെയ്യാൻ അവന്മാർക്ക് ധൈര്യം പോലും ഇല്ല. ഈ പറഞ്ഞ കാര്യം ഞാൻ ഈ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുമ്പോൾ തിരിച്ചു മറിച്ച് വായിച്ചു നോക്ക്, ഒരുപാട് പഠിക്കാനുണ്ട്. കൊള്ളാം, എന്നെയും കണ്ട് പഠിക്കേ. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ സൺ സിറ്റിയെ തകർക്കാൻ ആർക്കും പറ്റില്ല. ഒരു പ്രാവശ്യം സൺ സിറ്റിയിൽ ആരോ ഒരാൾ ടൈം ബോംബ് കണ്ടെത്തി. ഞാൻ അതിന്റെ ടൈം മാറ്റി വെച്ച് എന്റെ കയ്യിൽ തന്നെ വെച്ചിരുന്നു. പിന്നെ ആ ബോംബ് അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെന്താ, ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണെങ്കിൽ ആരെങ്കിലും വന്ന് എന്നെ തള്ളിയിടട്ടെ. സമൂസയുടെ മണം ദേ അവിടെ നിന്നാ വരുന്നത്. കൊള്ളാം, ടോണി ബാസിന്റെ മൂക്കിന്റെ ശക്തി കണ്ടോ? ഇത്രയും നല്ല സ്മെല്ലിംഗ് പവർ എന്നൊക്കെ പറയുമ്പോ അത് അൽസേഷ്യൻ ഡോഗിക്ക് മാത്രമേ ഉണ്ടാവൂ. എടാ, നമ്മളുടെ ഈ ടോണി ബോസ് ഏതൊരു അൽസേഷ്യൻ ഡോഗിനെക്കാളും കുറഞ്ഞവനല്ല. നിങ്ങൾ രണ്ടാളും എന്നെ പുകഴ്ത്തുകയാണോ അതോ കളിയാക്കുകയാണോടാ? അല്ല, appreciate ചെയ്യുക. കളിയാക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇനി നിങ്ങൾ രണ്ടാളും ഒറ്റ വാക്കേ പറയുള്ളൂ. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഇപ്പൊ എന്റെ ഈ അടി എങ്ങനെ ഉണ്ടടാ? ഹലോ ട്വിങ്കിൾ, നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. കാരണം ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 2 വാക്കിൽ പറയണമെങ്കിൽ ഗുഡ് ന്യൂസ്. അറിയാമോ, നമ്മുടെ മേയർ അങ്കിൾ സൺസിറ്റി ആനുവൽ ദിവസം നിന്റെ ഹീറോയിസമിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രൈസ് തരാൻ പോവുകയാണ്. ഗുഡ് ന്യൂസ് തന്നെയാണ്. ആ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ സമൂസ ഒന്ന് കഴിച്ചോട്ടെ. സ്പെഷ്യൽ പ്രൈസ് എന്തിനാ? അതിന് കിക്കോ എന്താ ചെയ്തത്? അത്രയ്ക്ക് അവൻ എന്ത് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവനെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇഡിയറ്റ്. ഒരുപക്ഷെ എന്റെ കയ്യിൽ സൂപ്പർ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കിക്കോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാനും ചെയ്യുമായിരുന്നു. ഇത് വളരെ അന്യായമാണ്, ഇൻജസ്റ്റിസ് ആണ്. വളരെ തെറ്റാണ്. ടോണി ബോസ് അതിനെ തീർച്ചയായും എതിർക്കും. തീർച്ചയായിട്ടും എതിർക്കും. ടോണി ബോസ് ഉപവാസം ഇരിക്കും. അതെ, ഞാൻ ചെയ്യും. എന്തോന്ന്? ടോണി ബോസ് ഒന്നും കഴിക്കില്ല. ഉപവാസം തുടങ്ങാം. ഇങ്ങോട്ട് തരൂ ടോണി ബോസ്, നിങ്ങളുടെ ടിഫൻ ഞങ്ങൾക്ക് തരൂ. ടോണി, ഇത് കാര്യം സൂപ്പർ കാറിനെയോ അല്ലെങ്കിൽ സൂപ്പർ പവറിനെയോ കുറിച്ചല്ല. നമ്മൾക്ക് എല്ലാവർക്കും സൂപ്പർ പവർ ഉണ്ട്. റോങ്ങിനെ എതിർത്ത് പോരാടാൻ, അതുപോലെ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യാനും ശക്തിയുണ്ട്. അതാണ് നമ്മുടെ കറേജ് ആൻഡ് ഹോണസ്റ്റി. കാറിനെ എത്ര സൂപ്പർ ആയിട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്തത്. എന്റെ ടിഫിൻ ബോക്സ് പോയേ.
വേഗം അതിവേഗം R7 ന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വനത്തിന് ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിരില്ല വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ ദേ പോകുന്ന അവൻ എല്ലാവരുടെ സാധനങ്ങളും തട്ടിയെടുത്തോണ്ട് പോവാണ്. നമുക്ക് അവനെ തടഞ്ഞു നിർത്തണം. ഓക്കേ കീക്കോ, സൺസിറ്റി ജനങ്ങളുടെ സാധനങ്ങൾ ആര് തട്ടിക്കൊണ്ടുപോകും? നമ്മൾ അവനെ വിടുന്ന പ്രശ്നമില്ല. സൂപ്പർ സ്പീഡോ അയാള് ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവർ ആണെന്ന് തോന്നുന്നത്. പക്ഷെ അത്തരം ഡ്രൈവിംഗ് വളരെ അൺസേഫ് ആണ്. കഴിയുന്നത്രയും വേഗം അവനെ തടഞ്ഞു നിർത്തണം. ഫോർമുല നമ്പർ 33 അപ്ലൈ ചെയ്യും. ഓൾറൈറ്റ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 33. Ayo drifter, what are you up to, mister? Skid, jump, we'll leave your car with a lot of bombs. Let's see how long you can drift once our gears are about to shift. Skid, jump, you just got stuck. ഇറ്റ്സ് ഓക്കെ മാൻ, ഇറ്റ്സ് കൂൾ മാൻ. ഞാനാണ് റോണി, ടോണിയുടെ കസിനാണ്. ഞാനാണ് ബെസ്റ്റ് കാർ ഡ്രിഫ്റ്റർ. ഒരുപക്ഷെ നിന്റെ കാറിന് സൂപ്പർ പവർ ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ലായിരുന്നു. ടോണിയുടെ കസിനോ? ബ്രദർ, തട്ടിയെടുക്കുന്നത് തെറ്റാണ്. തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുതായിരുന്നു. ആരാ കൊള്ളയടിക്കുന്നേ? ഇറ്റ്സ് ഫൺ മാൻ. അതൊരു രസമല്ലേ? ഞാൻ ഇതൊക്കെ പൈസക്ക് വേണ്ടിയിട്ടല്ല, ഒരു ത്രില്ലിന് വേണ്ടിയിട്ടാ ചെയ്യുന്നേ. കാരണം ആർക്കും എന്റെ അത്ര വേഗത്തിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആർക്കും എന്നെ തന്നെ ഡ്രിഫ്റ്റ് ചെയ്യാനും പറ്റില്ല. ഐ ആം ദ ബെസ്റ്റ്. കണ്ടോ, ഞാൻ അപ്പറേ പറഞ്ഞതല്ലേ, കീക്കോ കള്ളനെ പിടിച്ചു കഴിഞ്ഞു. ഹേയ്, എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. വിളിക്കുകയാണെങ്കിൽ തീഫ് എന്ന് പറയേ. അത് കേൾക്കാൻ രസമുണ്ട് മാൻ. നിങ്ങൾ എന്നെ സൂപ്പർ കാർ ഉള്ളത് കൊണ്ടല്ലേ പിടിച്ചത്. അല്ലെങ്കിൽ എന്നെ എങ്ങനെ പിടിക്കാൻ പറ്റും? ഇറ്റ്സ് നോട്ട് കൂൾ. ആരെങ്കിലും ഓർഡിനറി കാറിൽ എന്നെ ഒന്ന് പിടിച്ച് കാണിക്ക്. അത് പറഞ്ഞത് ശരിയാ. സൂപ്പർ കാറിന്റെ ശക്തിയാലത് കിക്കോ മാത്രമല്ല, ലോകത്ത് ആർക്കും റോണിയെ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. ഓക്കേ, നൈസ് മീറ്റിംഗ് യു ഓൾ. ഞാനിപ്പോ വേറെ സ്ഥലത്തേക്ക് പോവാ. അവിടെയും നിങ്ങളെ ഇതുപോലെ ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ അപ്പോ അത് നടക്കില്ല. ഐ ആം ദ ബെസ്റ്റ്. ആളുകൾ എങ്ങനെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ നമ്പർ 1 ആണ്. ഏതെങ്കിലും ഒരു ഓർഡിനറി കാർ വെച്ചാണ് എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതങ്ങ് വിട്ടേനെ. ഞാൻ ഇത് ത്രില്ലിന് വേണ്ടിയാ ചെയ്യുന്നത്. എല്ലാവർക്കും ഞാൻ പ്രൂവ് ചെയ്യണം. ഐ ആം ദ ബെസ്റ്റ് ഡ്രിഫ്റ്റർ. എന്ന് വെച്ചാൽ ഒരുപക്ഷെ നീ ഡ്രിഫ്റ്റിംഗിൽ തോൽക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ മോഷ്ടിക്കുന്ന ഈ പരിപാടി നിർത്തോ? തീർച്ചയായിട്ടും. സൂപ്പർ സ്പീഡോന്റെ സൂപ്പർ പവറിന് മുന്നിൽ ആരും തോറ്റുപോകും. ഒരുപക്ഷെ സൂപ്പർ സ്പീഡോ സൂപ്പർ പവർ ഒന്നുമില്ലാതെ നിങ്ങളെ റേസിൽ തോൽപ്പിക്കുകയാണെങ്കിലോ? അപ്പൊ നിങ്ങൾ മോഷ്ടിക്കുന്നത് നിർത്തോ? പറയേ. സൂപ്പർ പവർ ഇല്ലാതെ എന്നെ തോൽപ്പിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. ബിക്കോസ് ഐ ആം ദ ബെസ്റ്റ്. ബട്ട് ഐ വിൽ ഡു ഇറ്റ് മാൻ. ഞാൻ മോഷ്ടിക്കുന്നത് അങ്ങ് വിട്ടേക്കാം. എന്നാൽ ശരി, നാളെ 8-നും 9-നും ഇടയ്ക്ക് ഞാനും സൂപ്പർ സ്പീഡോയും നിന്റെ കൂടെ റേസിന് തയ്യാറായിരിക്കും. പക്ഷെ സൂപ്പർ സ്പീഡോയുടെ സൂപ്പർ പവർ യൂസ് ചെയ്യില്ല. കൊള്ളാം. നാളെ റിസർച്ച് സെന്റർ മുതൽ സൺ പോയിന്റ് വരെ പോകാം. പക്ഷെ നീ സൂപ്പർ പവർ യൂസ് ചെയ്യില്ലെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അത് നാളെ നിങ്ങൾ തന്നെ നോക്കിക്കോ. റേസ് നടക്കുന്ന 1 മണിക്കൂർ വരെ സൂപ്പർ സ്പീഡോയുടെ സോഫ്റ്റ്വെയർ ക്ലോസ് ആയിരിക്കും. 8 മുതൽ 9 മണി വരെ. നീ ഇതൊക്കെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് കീക്കോ? അവൻ മോഷ്ടിച്ചങ്ങ് പോകുമ്പോ നീ മടക്കി പിടിച്ചതല്ലേ. ഇപ്പൊ അവനെ പോലീസിൽ കൊണ്ടാക്കിയിട്ട് 2 വാക്കിൽ പറയുകയാണെങ്കിൽ ഗെയിം ക്ലോസ്ഡ്. അതേന്നേ, ഒരുപാട് ക്ലൂസ്. അല്ല ട്വിങ്കിൾ, റൈറ്റ് റോങ്ങിന്റെ കൂടെ പോരാടാൻ സൂപ്പർ പവർ ആവശ്യമില്ല. നമ്മുടെ അകത്തുള്ള പവറാണ് ആവശ്യം. ടോണി, ഏതൊരു നല്ല കാര്യം ചെയ്യാനും സൂപ്പർ പവറിന്റെ ആവശ്യമില്ല. അത് നമുക്ക് നാളെ കാണാം. റോണി, കസിൻ ഓഫ് ടോണി, നിന്നെ തോൽപ്പിക്കുമ്പോൾ മനസ്സിലാകും. ഓ യാ. പക്ഷെ 1 മണിക്കൂർ വരെ സൂപ്പർ സ്പീഡിന്റെ സൂപ്പർ പവർ ഓഫ് ചെയ്യാൻ മറക്കരുത്. ഡോണ്ട് വറി, ഇത് കീക്കോയുടെ പ്രോമിസ് ആണ്. എന്താ കാര്യം പറഞ്ഞോ. അങ്ങനെ കീക്കോ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് ഒരിക്കലും ലംഘിക്കില്ല. എന്താടാ മേയർ നമ്മുടെ ബ്ലാക്ക് മെയിൽ ലെറ്ററിന് എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇല്ല, ഒരു മറുപടിയുമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ആരും സീരിയസ് ആയി എടുക്കുന്നില്ല. അതെ, ആരും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന പോലും ഇല്ല. ഇനി എല്ലാവരും റെസ്പെക്ട് ചെയ്യുമടാ. നാളെ സൂപ്പർ സ്പീഡോയുടെ സൂപ്പർ പവർ കറക്റ്റ് ആയിട്ട് 1 മണിക്കൂർ ജോലി ചെയ്യില്ല. അതാണ് നമുക്ക് കിട്ടിയ സൂപ്പർ ചാൻസ്. സൺ സിറ്റിയെ തലകീഴായി മാറ്റണം. എല്ലാവരും ഇനി നമ്മെ റെസ്പെക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളും ലാലായും ചേർന്ന് ചെയ്യാൻ പോവാണ്. സൺ സിറ്റിയെ മാറ്റി മറിക്കാൻ പോവുകയാണ്. സൂപ്പർ
സ്പീഡോ ഫോർമുല നമ്പർ 888 അപ്ലൈ ചെയ്യ്. ഓക്കെ ഡൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 888. ഇത് കണ്ടോ, ഈ സോഫ്റ്റ്വെയർ ഞാൻ അടുത്ത 1 മണിക്കൂറത്തേക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത 1 മണിക്കൂറത്തേക്ക് സൂപ്പർ സ്പീഡോ വെറും ഒരു നോർമൽ കാർ ആയിരിക്കും. ഓക്കെ കിക്കോ, ഡ്രിഫ്റ്റിംഗ് റേസ് തുടങ്ങാം. പക്ഷേ സൂപ്പർ പവർ യൂസ് ചെയ്യാതെ നിനക്കെന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. 2 വാക്കിൽ പറഞ്ഞാൽ ലെറ്റ് ബി. സൂപ്പർ സ്പീഡോ 0 വന്നതും നിന്റെ സൂപ്പർ പവർ എല്ലാം അടുത്ത 1 മണിക്കൂറത്തേക്ക് ഓഫായി പോവും. ഓക്കെ ബഡി? നോ പ്രോബ്ലം കീക്കോ. സൂപ്പർ സ്പീഡോ കീക്കോയുടെ ജോഡി ഏത് പ്രശ്നം വന്നാലും തകർക്കുന്നതായിരിക്കും. ഫസ്റ്റ് മാത്രമേ ഉള്ളൂ സൂപ്പർ പവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ സൂപ്പർ പവർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആണ്. ലാലാ, 1 മണിക്കൂർ സമയമുണ്ട്. കീക്കോയും സൂപ്പർ സ്പീഡോയും റേസിൽ ഭയങ്കര ബിസിയാണ്. സൺ സിറ്റിയെ തലകിഴയായി മാറ്റ്. വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. ഇപ്പോ ലെഫ്റ്റ് കട്ട് ചെയ്ത് റൈറ്റിലേക്ക് പോ. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ, റോണി ഇപ്പോ ഷോർട്ട് കട്ടിൽ പോവാണ്. അപ്പൊ നമുക്കും ഷോർട്ട് കട്ടിൽ തന്നെ പോവാം. ഓക്കെ കീക്കോ. ഹൂലാലാ, ഇപ്പൊ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? സൺ സിറ്റിയെ. ഹൂലാലാ, ഹൂലാലാ. അത് വേണ്ട, നമുക്ക് ബോംബ് വേണ്ട. അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന കൺട്രോളറാണ് ആവശ്യം. ഈ ബോംബ് അത്രയ്ക്ക് പവർഫുൾ ആണ്. പൊട്ടിത്തെറിച്ചാൽ സൺ സിറ്റിയുടെ പകുതി ഭാഗം തകർന്ന് തരിപ്പണമാകും. അപ്പോ ബാക്കിയുള്ള പകുതിയോ? അത് പിന്നെ നമ്മുടെ കൺട്രോളിലായിരിക്കില്ലേ? എന്നാ തുടങ്ങിക്കോ. സൺ സിറ്റിയിൽ നമ്മൾ തകർക്കാൻ പോവുകയാണ്. പക്ഷേ കീക്കോ, ഇവൻ ശരിക്കും എന്നെക്കാളും വേഗത്തിലാണ് പോകുന്നത്. ഒരു പ്രശ്നമില്ല സൂപ്പർ സ്പീഡോ. നീ നിന്റെ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാണല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ലക്ഷ്യം റേസിൽ ജയിക്കുന്നതല്ല, റോണിയെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. ചുമരിന്റെ അടുത്ത് നിന്ന് 55 ഡിഗ്രി ആംഗിളിൽ എക്സലറേറ്റ് ചെയ്യൂ സൂപ്പർ സ്പീഡോ. ഓക്കെ ബഡി. ഈ റിമോട്ടിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോംബ് പൊട്ടിത്തെറിക്കും. സൺ സിറ്റിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടാക്കി വെച്ചിരുന്ന ബോംബ് ആ സൺ സിറ്റിയെ തന്നെ തകർക്കാൻ പോവുകയാണ്. എല്ലാം നശിക്കും. നമ്മൾ ഊലാലാ ചെയ്യാം. സൺ സിറ്റിയെ ഊലാലാ. നല്ല കാര്യങ്ങളെ ഒരിക്കലും തള്ളിയിടരുത്. ഉടൻ തന്നെ ചെയ്യാം ലാല. ബട്ടൺ അങ്ങ് പ്രസ് ചെയ്തേക്ക്. എടാ ഇഡിയറ്റ്ലാ, ബോംബ് പൊട്ടിത്തെറിച്ചാൽ ഏതാണ്ട് 10 കിലോമീറ്റർ വരെ അത് കവർ ചെയ്യും. അതുകൊണ്ട് 10 കിലോമീറ്റർ ദൂരത്തിലേക്ക് നമ്മൾ പോണം. എന്നിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ. എങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. ഇന്ന് ഞാൻ ഈ റിമോട്ട് വെച്ച് സൺ സിറ്റിയെ തകർത്ത് തരിപ്പണമാക്കും. സൺ സിറ്റി അടയാളമില്ലാതെ നശിച്ചു പോകും. സൂപ്പർ സ്പീഡോ, ടോപ്പ് ഗിയർ ഇട്. യെസ് കീക്കോ.
സൂപ്പർ സ്പീഡോ റൈറ്റ് സ്റ്റിയർ ചെയ്തിട്ട് ബ്രേക്ക് ഇട്. ഓൾറൈറ്റ് കീക്കോ. സൂപ്പർ സ്പീഡോ നമുക്കിപ്പോ റോണിയെ രക്ഷിക്കണം. റിവേഴ്സ്. ഓക്കേ. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ഞാനിപ്പോ താഴേക്ക് വീണു പോകും. ഇറ്റ്സ് നോട്ട് കൂൾ മാൻ. ഐ എം സോറി കിക്കോ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. എനിക്ക് ഒരുപാട് ഹെഡ് വെയിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ വലിയൊരു ആക്സിഡന്റിൽ അകപ്പെട്ട് പോയേനെ. ഒരു പ്രശ്നവുമില്ല ബ്രദർ റോണി. ഏതായാലും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. അത് ഒരാൾ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത് കിക്കോ. ഉലല ഗാങ്സ്റ്റേഴ്സ് ആണ് സൂപ്പർ സ്പീഡോട് കൂടെ സൂപ്പർ പവറില്ലാതെ ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പോഴേ അവർക്ക് സൺസിറ്റിയിൽ മോഷ്ടിക്കാൻ പറ്റൂ. മോഷണമോ? എവിടെ? അതെനിക്കറിയില്ല, പക്ഷേ അവരെനിക്ക് അതിലൊരു പങ്ക് തരാന്ന് പറഞ്ഞിരുന്നു. ഞാനും അത്യാഗ്രഹപ്പെട്ടു പോയി. നിങ്ങൾ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഊലാല ഗ്യാങ് മേയർ അങ്കിളിനെ ബ്ലാക്ക്മെയിൽ ചെയ്തതാണ്. അവര് സൺസിറ്റിയെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അവര് മോഷണം കഴിഞ്ഞതിന് ശേഷം നേരെ അവരുടെ ഗോഡൌണിലെത്തും. അത് സൺസിറ്റിയുടെ സൗത്ത് ബോർഡറിലാണുള്ളത്. സൂപ്പർ സ്പീഡോയുടെ സൂപ്പർ പവേഴ്സ് തിരിച്ചു വരാൻ 15 മിനിറ്റ് ഉണ്ട്. അത്ര പെട്ടെന്ന് അവിടെ ചെന്ന് എത്തണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത്? നമുക്കിപ്പോ നമ്മുടെ സൂപ്പർ പവർ യൂസ് ചെയ്തേ പറ്റൂ. അതിന്റെ പേരാണ് ധൈര്യം. നിങ്ങൾ വേഗം ചെന്ന് പോലീസിനോട് പറയൂ. സൂപ്പർ സ്പീഡോ റെഡി? യെസ് ഡൂഡ്. ഈ റോഡ് നേരെ സൗത്ത് ബോർഡറിലേക്കാണ് പോകുന്നത്. ഇവന്മാര് ബോർഡറിനടുത്തേക്ക് എത്തിക്കാണില്ല. വീണ്ടും ആ നശിച്ച കീക്കോ എത്തിയെന്നാ തോന്നുന്നത്. അവന്റെ സൂപ്പർ പവേഴ്സ് തിരിച്ചു കിട്ടാൻ സമയമായെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ട്. കീക്കോ, എനിക്ക് എന്റെ ബുള്ളറ്റ് ഷീൽഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമൊന്നുമില്ല സൂപ്പർ സ്പീഡോ. റോണിയെ പോലെ ഡ്രിഫ്റ്റ് ചെയ്യേ. തോറ്റു പിൻവാങ്ങൂ കീക്കോ. ഈ ബോംബിന്റെ റേഞ്ച് 10 കിലോമീറ്റർ വരെയുണ്ട്. ഞാൻ ഏതാണ്ട് ഇപ്പോൾ 9 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞു. ഇനി ഒരു 1 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ അവിടെ ചെന്നതും ഈ ബട്ടൺ പ്രസ് ചെയ്യും. അപ്പോൾ പകുതി സൺസിറ്റി ബോംബ് പൊട്ടി തകർന്ന് തരിപ്പണമാകും. കഭൂം. പക്ഷേ കീക്കോ, അവന്മാർ രണ്ടുപേരും നമ്മളെ സാൻഡ്വിച്ച് ആക്കുമെന്നാണ് തോന്നുന്നത്. പവേഴ്സ് ഇല്ലാതെ എനിക്ക് അവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ അവന്മാരെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. അതല്ലെങ്കിൽ അവന്മാരെ സൺസിറ്റിയെ നശിപ്പിച്ചു കളയും. സൂപ്പർ സ്പീഡോ സ്പീഡ് ഒരല്പം കുറയ്ക്ക്. ഓക്കേ കീക്കോ, പക്ഷെ എന്തിനാ? അവന്മാര് മുന്നോട്ട് പോവുകയല്ലേ. അതാണ് ഞാൻ പറയുന്നത് സൂപ്പർ സ്പീഡോ. ഞങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് കണ്ടപ്പോ ബോണറ്റിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുകയാണോ? ഒരു പ്രയോജനവുമില്ല കേക്കോ. ഇനി ബാക്കി 1/2 കിലോമീറ്ററേ ഉള്ളൂ. നിനക്ക് സൂപ്പർ പവർ തിരിച്ചു കിട്ടാൻ 3 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ എത്രയും പെട്ടെന്ന് 10 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യും. ഫോർമുല നമ്പർ 75 അപ്ലൈ ചെയ്. നമുക്കിപ്പോ നമ്മുടെ സൂപ്പർ പവർ യൂസ് ചെയ്തേ പറ്റൂ. അതിന്റെ പേരാണ് ധൈര്യം. അത് നല്ലത് തന്നെയാണ്. കിട്ടുന്ന കാശിനി അവരുടെ കൂടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം മൊത്തമായിട്ട് എനിക്ക് സ്വന്തമാകും.
ഉള്ളൂ. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. പിന്നെ ഈ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യും. പിന്നെ പകുതി സൺ സിറ്റി കത്തി ചാമ്പലാകും. ബാക്കിയുള്ള പകുതി എനിക്ക് സ്വന്തമാകും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 75 അപ്ലൈ ചെയ്യ്. ഞാൻ ചത്തു. പകുതി കാർ പുറത്ത്, പകുതി കാർ അകത്ത്. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? സൂപ്പർ സ്പീഡോടെ പവർ തിരിച്ചു വന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി രക്ഷയില്ല. ഇനി നമ്മൾ ഓടുന്നതാണ് നല്ലത്. ഇവന്മാരെ എല്ലാം നശിപ്പിച്ചിട്ട് ലാലാ പാടാം. വേണ്ട വേണ്ട വേണ്ട. നമ്മൾ ചെയ്തത് തെറ്റാണ്. ശരിക്കുള്ള സൂപ്പർ പവർ നമ്മുടെ ശരീരത്തിനകത്താണ്. അത് കിക്കോ മനസ്സിലാക്കി. പിന്നെ സൂപ്പർ സ്പീഡോയും അത് തെളിയിച്ചു. എന്റെ ശക്തി എന്താണെന്ന് അറിയണോടാ? ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഇതുവരെയും സൺസിറ്റി കണ്ടത് കോബ്രയുടെ വിഷമാണ്. ഇനി അവർ കാണാൻ പോകുന്നത് ഈ കോബ്രയുടെ ബ്ലാസ്റ്റ് ആണ്. Dong, dong goes the alarm. Let's make sure that there's no harm. The snake cast must be fake. Let's go Kiko, raise the stakes. Whoever is the big bad boss, let's make sure that he's at loss. If you want, come get some. Better get ready, here we come. ഓടിക്കോ, വേഗം ഓടിക്കോ. എന്റെ ദൈവമേ, എന്ന് വെച്ചാ ഒരു സെക്കൻഡിൽ 2 കിക്കോ ചെയ്തു അല്ലേ? അതേനെ, എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇനിയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഇനിയും സ്പീഡ് ഒരുപാട് കൂട്ടണം. പാമ്പ ജ്വല്ലറി ഷോപ്പിനകത്തേക്ക് പോവുകയാണ്. വേഗം അതിനടിച്ചു കൊല്ല. വേണ്ട അങ്കിൾ, അത് കാട്ടിൽ നിന്നും വഴിയറിയാതെ സിറ്റിയിലേക്ക് വന്നതാവും. ഓൾറെഡി അത് ഒരുപാട് പേടിച്ചിരിക്കുക. നിങ്ങൾ സൺസിറ്റി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഫോൺ ചെയ്യൂ. അവർ വന്ന് ഈ പാമ്പിനെ പിടിച്ചോണ്ട് പോയിക്കോളും. R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു. പെട്ടെന്ന് കോബ്രക്കാർ ഇങ്ങോട്ടാ പോയത്.
ഞാനാണ് ഡോക്ടർ ഡൂങ്ക. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD ചെയ്തവനാ. സ്വർണം മൊത്തം എന്റെ ലോക്കറിനുള്ളിലായി കഴിഞ്ഞു. ഹോയ് ഹോയ് ഹോയ്. അത് ശരി, അപ്പൊ കോബ്രയാണോ ഡയമണ്ട്സ് അടിച്ചു മാറ്റിയത്? എന്ത്, കോബ്ര ഡയമണ്ട് അടിച്ചു മാറ്റി പോയെന്നോ? കോബ്രയോ? മനുഷ്യനായാലും പാമ്പായാലും തെറ്റ് ചെയ്താൽ ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇതിന്റെ പുറകിൽ ആരായിരുന്നാലും ഞാൻ അവനെ പൊക്കിയിരിക്കും. എന്താ പറഞ്ഞു വരുന്നത്? ചട്പട്ട് സാർ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു കോബ്ര വന്ന് അങ്ങനെ മോഷ്ടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ആരെങ്കിലും ട്രെയിൻ ചെയ്ത് കാണണം. സൺ സിറ്റിയിലെ എല്ലാ പാമ്പാട്ടികളെയും പിടിച്ച് ചോദ്യം ചെയ്യാം. അവരിൽ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ചെയ്തത്. നല്ല ഐഡിയ ആണ്. ഇനി ഒറ്റ ഒരുത്തനെയും വിടുന്ന പ്രശ്നമില്ല. പാമ്പാട്ടികളെല്ലാം ഉടൻ ഞാൻ പൊക്കുന്നതായിരിക്കും. ചട്പട്ട് അങ്കിൾ, ആ മോഷണ സംഭവം ഇങ്ങനെ ചെയ്തവൻ ആരായിരുന്നാലും എവിടെ ഇരുന്നാലും ഞാൻ അവരെ വിടുന്ന പ്രശ്നമേ ഇല്ല. ജട്പട്ട് സാറും ഞാനും കൂടി ചേർന്ന് സൺ സിറ്റിയിലെ എല്ലാ പാമ്പാട്ടികളെയും പിടിക്കാൻ പോവാ. പക്ഷെ കൊള്ളയടിച്ചത് കോബ്രയല്ല. കിക്കോ, വരൂ വരൂ. നിനക്കറിയാമോ, ഒരു കോബ്ര വന്ന് കൊള്ളയടിച്ചു പോയിരിക്കുന്നു. ഇപ്പോഴുള്ള കോബ്രയ്ക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ കാലത്തെ പാമ്പുകളൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. മേയർ അങ്കിൾ, കൊള്ളയടിച്ചത് സാധാരണ കോബ്രയല്ല. കോബ്രയുടെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റിമോട്ട് കൺട്രോൾ കൊണ്ട് ചലിക്കുന്ന ചെറിയ ചെറിയ വണ്ടികളാണ് ചെയ്തത്. CCTV ഞാൻ കണ്ടു. ഈ കാര്യം അറിയാതെ ജട്പട്ട് പാമ്പാട്ടികളെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒരു പ്രാവശ്യം ഞാൻ അനക്കോണ്ടയെ ഒറ്റ സെക്കൻഡിൽ ചെറിയ കോബ്രയാക്കി മാറ്റിയിട്ടുണ്ട്, അറിയാമോ? ഒരുപക്ഷെ ആ കോബ്രയായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊരു അനക്കോണ്ടയെ ഒറ്റ സെക്കൻഡിൽ കോബ്രയാക്കി മാറ്റിയെന്നോ? അതെ അതെ, ശരിയാണ്. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ വായ്ക്കകത്ത് ഒരു കൊതുക് കയറും. കോബ്രയുടെ രൂപത്തിൽ വന്ന ഈ ചെറിയ കാറുകളുടെ പ്രശ്നം നമ്മൾ എങ്ങനെ ആ പരിഹരിക്കും? ചെറിയ ചെറിയ കാറുകൾക്ക് ചെറിയ സാധനങ്ങൾ മാത്രമേ മോഷ്ടിക്കാൻ പറ്റൂ. അതിൽ ഏറ്റവും ചെറുതും വില ഉയർന്നതുമായ സാധനം രത്നമാണ്, ഡയമണ്ട്. വീണ്ടും അടുത്തതായി കൊള്ളയടിക്കുന്നത് ഡയമണ്ട്സ് ആയിരിക്കും. നമുക്ക് ഡയമണ്ട് മാർക്കറ്റിന്റെ അടുത്ത് അലേർട്ട് ആയിരിക്കണം. തീർച്ചയായിട്ടും ആ കാറ് വീണ്ടും അവിടെ എത്തും. കിക്കോ, നിനക്ക് വിശ്വാസമുണ്ടോ മോഷ്ടിക്കാൻ വന്ന ആ കാറ് ഇവിടെ എത്തോ? അതേ ട്വിങ്കിൾ. ശരി, ഒരു കാര്യം പറയേ. വളരെ കോസ്റ്റ്ലി ആയ ഒരു സാധനം നിന്റെ പേഴ്സിനകത്ത് വെച്ച് നീ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ അപ്പൊ നീ എന്തായിരിക്കും കൊണ്ടുപോവുക? കൺവേർട്ടിൽ പറയണമെങ്കിൽ ഡയമണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. ഇത്ര ചെറിയ കാറുകളിൽ വളരെ കോസ്റ്റ്ലി ആയ സാധനം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് ഡയമണ്ട്സ് ആയിരിക്കും. സൺ സിറ്റിയിലെ വിലയുയർന്ന രത്നങ്ങൾ മുഴുവനും ഈ മാർക്കറ്റിലാണുള്ളത്. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ കോബ്രകളെ പിടിക്കാനാ. എങ്കിലേ നമ്മൾക്ക് പെട്ടെന്ന് ഫേമസ് ആകാൻ പറ്റൂ. തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഞാൻ ഫേമസ് ആകും. നിങ്ങളാണോ കോബ്രയെ പിടിക്കാൻ പോകുന്നത്? അതേടാ, ഞാൻ അതിനെ പിടിച്ചിട്ട് അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കും. പിന്നെ അതിനെ എന്റെ കഴുത്തിൽ ചുറ്റിയിട്ടിട്ട്, കോബ്ര രക്ഷിക്കണേ അമ്മേ. ടോണി ബോസ്, നിങ്ങൾ പേടിച്ചോടിയത് ഈ പ്ലാസ്റ്റിക് പാമ്പിനെ കണ്ടിട്ടാണ്. എന്ത് കണ്ടാലും പേടിച്ചോടുന്നവൻ മണ്ടൻ. ടോണി ബോസ് ഒരു പേടി തൊണ്ടൻ. എന്റെ ശക്തി എന്താണെന്ന് അറിയണോടാ? ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. വേഗം പറയൂ. സൂപ്പർ സ്പീഡോ, ചെറിയ ചെറിയ കാറുകൾ ഉപയോഗിച്ച് ആരോ ഇവിടെ കൊള്ളയടിക്കുകയാണ്. സോ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നവനെയും പിടിച്ചേ പറ്റൂ. ഇങ്ങനെ മോഷ്ടിക്കുന്നത് ആരായിരുന്നാലും ശരി, നമ്മൾ അവനെ വെറുതെ വിടില്ല.
സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 142 അപ്ലൈ ചെയ്യ്. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 142. സൺ സിറ്റിയുടെ രക്ഷകൻ കീക്കോ, നിനക്ക് എന്റെ പാമ്പിനെ പിടിക്കാൻ പറ്റുകയില്ല. സൂപ്പർ സ്പീഡോ, ഇങ്ങനെ പോയാൽ ആ പാമ്പ് എസ്കേപ്പ് ആകും. ആ വണ്ടികളെ കൺട്രോൾ ചെയ്യുന്നവനെ നമുക്ക് പിടിക്കാൻ പറ്റാതെ പോകും. അതേപടി വേഗത്തിൽ വന്ന ചെറിയ ചെറിയ കാറുകൾ എങ്ങോട്ട് പോയെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? അത് കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. ഫോർമുല നമ്പർ 577. പക്ഷെ അതിനു മുൻപ് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. ഓക്കെ കീക്കോ, അപ്ലൈയിങ് ഫോർമുല നമ്പർ 577. ചെല്ലു സൂപ്പർ സ്പീഡോ, ഞാൻ നിന്റെ പുറകെ ഓടി വരുന്നുണ്ട്. ഞാനാണ് ഡോക്ടർ ഡൂങ്ക. ഇന്ന് കീക്കോടെ കളി ഞാൻ അവസാനിപ്പിക്കാം. ഞാനാണ് ഡോക്ടർ ഡൂഗ. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD എടുത്തവനാ. സ്വർണം, രത്നം എല്ലാം എന്റെ ലോക്കറിനകത്ത്. കീക്കോയുടെ ചാപ്റ്റർ ക്ലാസ്. ഇനി എന്റെ അടുത്ത ടാർഗറ്റ് സൂപ്പർ സ്പീഡോ ആണ്. ഇവന്മാര് രണ്ടുപേരുമാണ് എന്റെ ഏറ്റവും വലിയ എതിരാളികൾ. ഒരു പ്രാവശ്യം അവർ എന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ പിന്നെ എന്നെ തടയാനുള്ള ശക്തി ഇവിടെ ആർക്കുമില്ല.
ഞാൻ ചെറിയ കാറായതുകൊണ്ട് എന്റെ പവറും വളരെ ചെറുതായി പോയി. പ്രശ്നമില്ല, ഒരു പ്രാവശ്യം അവരുടെ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാൽ മതി. പിന്നെ ഞാൻ ഒറിജിനൽ ഷേപ്പിൽ വന്ന് ഈ വണ്ടികൾ അറ്റാക്ക് ചെയ്യും. എനിക്കറിയാം സൂപ്പർ സ്പീഡ് വളരെ സ്ട്രോങ് ആണെന്നുള്ള കാര്യം എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ അതുപോലെ എന്റെ കാറിലും ഒരുപാട് പവേഴ്സ് ഉള്ള കാര്യം അവൻ അറിയില്ല. ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ. ഞാൻ എന്റെ ഫുൾ പവറും യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. കീക്കോയും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ അവൻ പെട്ടെന്ന് എന്തെങ്കിലും വഴി കണ്ടെത്തും. ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 578 ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഒറിജിനൽ ഷേപ്പിൽ വരണം. ഫോർമുല നമ്പർ 578 ഉടനെ യൂസ് ചെയ്യണം. അത് ആക്ടിവേറ്റ് ചെയ്താൽ ഞാൻ പഴയതുപോലെ മാറും. വല്ലാത്തൊരു പ്രശ്നത്തിലായിപ്പോയല്ലോ സൂപ്പർ സ്പീഡോ. കീക്കോയുടെ കമാൻഡ് ഇല്ലാതെ എനിക്ക് ഒറിജിനൽ ഷേപ്പിൽ വരാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പോയാൽ ഞാൻ യവന്മാരുടെ പിടിയിൽ കുടുങ്ങിപ്പോകും. ഇപ്പോൾ എന്നെ ഇവിടെ നിന്നും രക്ഷിക്കാൻ കീക്കോയ്ക്ക് മാത്രമേ പറ്റൂ. കീക്കോ, നീ എവിടെയാണ്? എന്റെ പേര് ഡോക്ടർ ഡൂങ്ക. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. ഒറ്റ ഒരുത്തനും എന്നെ തടയാൻ പറ്റില്ല. നിനക്ക് പോലും അതിന് കഴിയില്ല കീക്കോ. കാരണം മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD എടുത്തവനാ. ഡോക്ടർ ഡൂങ്ക, മോഷ്ടിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ മോഷ്ടിച്ച സാധനം തിരിച്ചു കൊടുത്ത് ചെയ്ത തെറ്റ് ശരിയാക്കി മാറ്റും. ഞാനിപ്പോ ആലോചിക്കുന്നത് ഇനിയും ഒരുപാട് മോഷ്ടിച്ചിട്ട് കുറച്ചുകൂടി തെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത്? മോഷണം. എനിക്കറിയാം കീക്കോ, നീ കമാൻഡ് ചെയ്താൽ സൂപ്പർ സ്പീഡോ അവന്റെ പഴയ ഒറിജിനൽ ഷേപ്പിൽ എത്തുമെന്ന്. അങ്ങനെ സംഭവിച്ചാൽ എന്റെ കാര്യം പോക്ക. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 578 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 578. മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD എടുത്തവനാണ്. നിന്റെ അഭ്യാസമൊന്നും ഇവിടെ ചിലവില്ല മോനെ. അത് അൺബ്രേക്കബിൾ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാ. അതിൽ നിന്ന് റേഡിയേഷൻ പുറത്തു വരുന്നുണ്ട്. ഈ മെറ്റൽ ബാർ പൊട്ടിച്ച് പുറത്തിറങ്ങാൻ ഒറ്റയൊരുത്തനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്റെ പേരാണ് ഡോക്ടർ ഡൂങ്ക. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. ഇനി ഞാൻ എന്റെ എല്ലാ കാറുകളിലും ബോംബ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ നീ എന്റെ ചെറിയ കാറുകളുടെ കളിയെ കണ്ടിട്ടുള്ളൂ. ഇനി ചെറുതും വലുതുമായ കാറുകളുടെ അനക്കോട്ട കാണാൻ പോകുകയാ. എന്നെ തോൽപ്പിക്കാൻ ഇവിടെ നിനക്കും സൂപ്പർ സ്പീഡോയ്ക്കും മാത്രമേ കഴിയൂ. ഇതോടെ നിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാ. ഡോക്ടർ ഡൂങ്ക, എല്ലാം ഞാൻ കൊള്ളയടിക്കും. സൂപ്പർ സ്പീഡോ, ആ കേജ് വളരെ സ്ട്രോങ് ആണ്. നിനക്കത് പൊട്ടിക്കാൻ പറ്റില്ല. ഈ കേജ് പൊട്ടിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ ബോംബ് ഇപ്പോൾ പൊട്ടും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ആകണം. ഇപ്പോൾ എസ്കേപ്പ് ആവാൻ ടൈമില്ല കീക്കോ. ആ ബോംബ് എടുത്ത് എന്റെ ബോണറ്റിനകത്തിടൂ. ഇല്ല. ചെയ് കീക്കോ, വേഗം അത് ചെയ്യേ. നിനക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ സൂപ്പർ സ്പീഡോ? എനിക്കൊരു കുഴപ്പവുമില്ല കീക്കോ. ചെറിയ തകരാറുകൾ ഞാൻ പെട്ടെന്ന് തന്നെ ശരിയാക്കും. സൺസിറ്റിയെ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ശരി, നമ്മൾ അവനെ ഒരിക്കലും വിട്ടുവയ്ക്കില്ല. ഡോക്ടർ ഡൂങ്ക, നിന്നോട് പകരം വീട്ടാൻ ഞാനിതാ വരുന്നു. ഇതുവരെയും സൺസിറ്റി കണ്ടത് കോബ്രയുടെ വിഷമാണ്. ഇനി അവർ കാണാൻ പോകുന്നത് ഈ കോബ്രയുടെ ബ്ലാസ്റ്റ് ആണ്.
Dong dong goes the alarm. Let's make sure that there's no harm. The snake cast must be fake. Let's go Kiko, raise the stakes. Whoever is the big bad boss, let's make sure that he's at loss. If you want, come get some. Better get ready, here we come. ഞാനാണ് ഡോക്ടർ ഡൂങ്ക. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. ഇനി നമുക്ക് വേട്ട തുടങ്ങാം. ജയൻ കോബ്ര, നിന്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്ക. സഹോദരി സഹോദരന്മാരെ, പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാനാണ് ഡോക്ടർ ഡൂങ്ക. സൺ സിറ്റി മൊത്തം ഞാൻ കൊള്ളയടിക്കും. മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ PhD എടുത്തവന്. ഫ്രീ ആയിട്ട് എന്നെ കൊള്ളയടിക്കാൻ സമ്മതിക്കേ, നിങ്ങളും രക്ഷപ്പെടും. എന്റെ ഈ ജയൻ കോബ്രയുടെ വയറ് നിറഞ്ഞാൽ അവൻ നിങ്ങളെ ആരെയും വേദനിപ്പിക്കില്ല. നിങ്ങളുടെ കയ്യിലുള്ള ജുവൽസ്, പേഴ്സ്, പണം എല്ലാം കൊണ്ടുവന്ന് അവന്റെ വായിലിട്ടേക്ക്. സമ്മതിച്ചിരിക്കുന്നു കീക്കോ. ഞാൻ വിചാരിച്ചു നീ ഈ സമയത്തിനകം വേറൊരു ലോകത്തേക്ക് പോയി കാണുമെന്ന്. പക്ഷെ നീ വീണ്ടും എന്നോട് പൊരുതാൻ വന്നിരിക്കുകയാണല്ലേ? സൂപ്പർ സ്പീഡോ, നമ്മൾ ഇവിടെ വെച്ച് ഡോക്ടർ ഡൂങ്കയുടെ കൂടെ ഫൈറ്റ് ചെയ്താൽ അതിവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് പ്രശ്നമാകും. എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി നമുക്ക് ഔട്ട് ഓഫ് സിറ്റിക്ക് പോയേ പറ്റൂ. പക്ഷേ നമ്മൾ അതെങ്ങനെ ചെയ്യും? ഫോർമുല നമ്പർ 489 അപ്ലൈ ചെയ്യും. ഓക്കേ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 489. ഡോക്ടർ ഡൂങ്ക, നിങ്ങൾ ഇത്രയും വലിയ തടിയൻ കോബ്രയെ വെച്ചാണോ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? ടോട്ടൽ സൺ സിറ്റിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ അപമാനപ്പെടാൻ പോവുകയാണ്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോടാ കൊച്ചനെ? ഇപ്പൊ നോക്കിക്കോ, ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോളൂ. സൺ സിറ്റി മൊത്തം ഞാൻ പിന്നെ കൊള്ളയടിച്ചോളാം. എന്തു പറ്റി? നിന്റെ കൊച്ചുകാരന്റെ പെട്രോൾ ടാങ്ക് കാലിയായോ? അതോ എന്റെ അനക്കൊണ്ടയെ കണ്ട് പേടിച്ച് സറണ്ടർ ആവുകയാണോ? പേടിക്കേണ്ടത് നിങ്ങളാണ് ഡോക്ടർ ഡുങ്ക. നിങ്ങൾ നിൽക്കുന്നത് പാമ്പിന്റെ മേളിലല്ല, ബോംബിന്റെ മേളിലാ. എന്താ? നിങ്ങൾ ഞങ്ങളുടെ നേർക്ക് ബോംബ് വലിച്ചെറിയുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഫോർമുല നമ്പർ 313 അപ്ലൈ ചെയ്യും. ഇഷ്ടം പോലെ എന്ത് ഫോർമുല വേണമെങ്കിലും അപ്ലൈ ചെയ്തോളൂ. ഇന്ന് നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാനാണ് ഡോക്ടർ ഡൂങ്ക. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 313 അപ്ലൈ ചെയ്യും. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 313. ഡോക്ടർ ഡൂങ്ക, ഇതാണ് എന്റെ ഫോർമുല നമ്പർ 313. ഇപ്പോഴാ ബോംബ് പൊട്ടും. അതിന്റെ കൂടെ മറ്റുള്ള ബോംബുകളും നേരത്തെ പിടിച്ചു പൊട്ടാൻ പോകുന്നു. ഇല്ല, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ മരിച്ചു പോകും. ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മോഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാ PhD എടുത്തത്. എന്നെ രക്ഷിക്കൂ. നിങ്ങളെ രക്ഷിക്കാൻ ഇപ്പോൾ ഒരു മാർഗമേ ഉള്ളൂ. എന്താ?
മോഷ്ടിക്കാനായി നീ PSG ചെയ്തിരിക്കുന്നു അല്ലേ? ഇനി ജയിലിൽ പോയിരുന്ന് മറ്റുള്ളതെല്ലാം പഠിക്കുക. കേസ് സോൾവ് ആയി കഴിഞ്ഞു. സൺസിറ്റിക്ക് ഇനി ഒരു പ്രശ്നവുമില്ല. എന്റെ പെർമിഷൻ ഇല്ലാതെ സൺസിറ്റിയിൽ കാറ്റിന് പോലും കടക്കാനാവില്ല, വെള്ളത്തിന് പോലും അകത്തേക്ക് കടക്കാനാവില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതാണ് നമ്മുടെ നിയമം. ജഡ്പട്ടങ്കൾ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വിജയം നേടി ഞങ്ങൾക്കായി പാടാൻ